ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണ്. അലീന അങ്ങനെ ഉറങ്ങി കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹരിശങ്കർ വന്ന് വാതിലിൽ കൊട്ടുകയാണ് കേട്ടോ. അലീനയ്ക്ക് സത്യത്തിൽ പേടിയായി, പേടിച്ച് വിറച്ച് കിടക്കുക. വാതിൽ തുറന്നില്ല. നമ്മുടെ അലീന വാതിൽ തുറക്കോ? ഒരിക്കലും തുറക്കില്ല. അങ്ങനെ അലീന വാതിൽ തുറന്നതേയില്ല. ഹരിശങ്കർ കുറെ തട്ടി കൊട്ടി മുട്ടി, എന്നിട്ട് ഹരിശങ്കർ അങ്ങ് പോയി കേട്ടോ. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്ത ഉടനെ തന്നെ കിച്ചണിലും കൂടെ കയറി പണിതേക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന കിച്ചണിലൊക്കെ കയറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹരിശങ്കർ പതുക്കെ ചുറ്റി കറങ്ങി ആരെങ്കിലും അവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങ് വരികയാണ്. എന്നിട്ട് പതുക്കെ വന്ന് കുറേ നേരം അലീനയെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുന്നു. അലീന മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അലീനയുടെ തിരക്കിലായ പണിയിലൊക്കെ തന്നെയാണ്. അലീന കാണുന്നുണ്ട്, പക്ഷെ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഹരിശങ്കർ ഇങ്ങനെ പതുക്കെ വന്നിട്ട്, അതെ നിനക്കെന്താടി ഇത്ര ഗമ? അല്ല, ഞാൻ ഇന്നലെ റൂമിൽ വന്നായിരുന്നു, നീ ഉറങ്ങിപ്പോയത് കൊണ്ടല്ലേ വാതിൽ തുറക്കാതിരുന്നത്. അലീന ഒന്നും മിണ്ടിയില്ല കേട്ടോ. കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. വീണ്ടും ഹരിശങ്കർ ചോദിച്ചു, അല്ല നിനക്ക് എന്താടി ഇത്ര ഗമ? അത് എനിക്ക് ഗമയൊന്നുമില്ല, എനിക്ക് ഇവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. നിനക്ക് ഇവിടെ മാത്രം ക്ലീൻ ചെയ്താൽ മതിയോ? അതെ, ഇവിടെ മാത്രം ക്ലീൻ ചെയ്താൽ പോരാ, എൻ്റെ റൂമും കൂടി വന്ന് ക്ലീൻ ചെയ്യും, എന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, അവിടെ വന്ന് ക്ലീൻ ചെയ്യാനോ? അവിടെ വന്ന് ക്ലീൻ ചെയ്താൽ എന്നാ പറ്റില്ലേ? അവിടെ വന്ന് ക്ലീൻ ചെയ്തേ പറ്റൂ. എൻ്റെ റൂം എനിക്ക് ഇപ്പൊ തന്നെ ക്ലീൻ ആക്കണം. വരാമല്ലോ, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് നമ്മുടെ അലീന എന്ത് ചെയ്യുന്നു, നേരെ പോവുകയാണ് നമ്മുടെ ഹരിശങ്കറിന്റെ റൂമിലേക്ക്. അങ്ങനെ ഹരിശങ്കറിന്റെ റൂമിലേക്ക് ചെന്നു. അല്ല, ഇവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത്? അതെ, ഇതാണ് എൻ്റെ റൂം, വിശാലമായ എൻ്റെ റൂം. ഇവിടെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ട്. കയറി വന്ന് ക്ലീൻ ആക്കാൻ തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ക്ലീൻ ചെയ്യാണ്. അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അലീനയുടെ തോളത്ത് കയറി ഒരൊറ്റ പിടുത്തം പിടിച്ചു നമ്മുടെ ഹരിശങ്കർ. പിടിച്ചതും കൈയെടുക്കാൻ പറഞ്ഞു അലീന. കൈയെടുക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഹരിശങ്കർ ചോദിച്ചു, അല്ല ഞാനൊന്ന് മനസ്സ് വെച്ചാലേ നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി അലീന, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. നിനക്ക് പണം വേണോ? സ്വർണം വേണോ? അല്ല, നിനക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോണോ? ഫുഡ് വേണോ? നല്ല ഫുഡ്, എന്ത് വേണമെങ്കിലും ഈ ഹരിശങ്കർ നിനക്ക് തരും, അത് ഉറപ്പാ. നീ ഒന്ന് കണ്ണടച്ചാൽ മതി. അപ്പോഴത്തേക്കും തന്നെ ഹരിശങ്കർ നേരെ റൂമിനകത്തെ ഷെൽഫ് തുറന്നിട്ട് അതിനകത്തുനിന്ന് കുറെ പൈസ എടുത്തുകൊണ്ട് വന്നിട്ട്, ദേ ഇത് 5000 രൂപയുണ്ട്, ഈ 5000 രൂപ മതിയാവുമോ? വേണ്ട, ഇത് അല്ലെങ്കിൽ ഇനിയും തരാം. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു. അലീന പെട്ടെന്ന് കൈ പിടിച്ചിങ്ങനെ താത്തിയിട്ട് പറഞ്ഞു, പൈസയൊന്നും എനിക്ക് വേണ്ട. അല്ല പിന്നെ നിനക്ക് എന്താ വേണ്ടത്? നീ ചോദിക്കുന്ന എന്ത് ഞാൻ തരും. അത് പിന്നെ എനിക്ക് ഒരു സഹോദരന്റെ സ്നേഹമാണ് വേണ്ടത്. താൻ എന്നെ ഒരു സഹോദരിയായിട്ട് കാണണം, അതാ എനിക്ക് വേണ്ടത്. അത് തന്നെ കൊണ്ട് പറ്റുമോ? പിന്നെ വേലക്കാരിയായ നിന്നെ ഞാൻ എന്തിനു സഹോദരിയാക്കുന്നു? അതിനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. മാത്രമല്ല എനിക്ക് ഒരു സഹോദരി ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് സഹോദരിയുടെ സ്ഥാനമൊന്നും നിനക്ക് ഞാൻ തരില്ല. താൻ എന്തു മനുഷ്യനാടോ? താന് ഈ വീട്ടിലെ ഈ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും കളയാൻ വേണ്ടി ജനിച്ച പുത്രനാണോ? അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇവിടുത്തെ മനുശങ്കർ എന്ന് പറയുന്ന ആ സാറിനെ കണ്ടു പഠിക്ക്. ആ സാറിന്റെ അനിയനല്ലേ ഈ നിൽക്കുന്നത്? എന്നിട്ട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത്? ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇതൊന്നും അത്രയ്ക്ക് നല്ല കാര്യമല്ല. നിങ്ങൾ അന്തസ്സും അഭിമാനവും ആയിട്ടുള്ള കൈതയ്ക്കൽ തറവാട്ടിലെ ഒരു പുരുഷനല്ലേ? ആ പുരുഷൻ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് ഓച്ചാനിച്ച് നിൽക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല ഞാൻ, മാറി നിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന സിമ്പിളായിട്ട് ആ റൂമിനകത്ത് നിന്ന് ഇറങ്ങി പോവുക. എടി കാണിച്ചു തരാടി, വെച്ചിട്ടുണ്ടടി നിനക്ക്. നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? എന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇവിടെ ജീവിക്കാന്നോ? കാണിച്ചു തരാടി എന്ന് പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ഹരിശങ്കറിന്റെ മനസ്സോ ഇതൊന്നും മാറിയിട്ടില്ല കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ നേരെ പോകുന്നത് വേറെ എങ്ങോട്ടേക്കുമല്ല, നമ്മുടെ ബാലേന്ദ്രൻ, അതായത് കൈതയ്ക്കൽ വൈജയന്തി, അത് തന്നെ വൈജയന്തിയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ വൈജയന്തിയുടെ ഹസ്ബൻഡ് ആരോടോ വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബാലേന്ദ്രന്റെ മോന് ഒരു ഫോണൊക്കെ ആയിട്ട് വന്നിട്ട് ദേ അമ്മ വിളിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ ഫോണ് മേടിച്ചിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ചോദിച്ചു, അല്ല എന്താടോ താനിപ്പോ ഇങ്ങോട്ട് വിളിച്ചത്? മറ്റേ ഫോൺ വിളിച്ചിട്ട് ബിസി ആണല്ലോ, എന്താ ഇതിന് മാത്രം ബിസി? ആരുമായിട്ട് സംസാരിക്കുമായിരുന്നു? അത് പിന്നെ ഒരു സുന്ദരി പെണ്ണുമായിട്ട് സല്ലപിക്കുമായിരുന്നു. എന്താ പ്രശ്നമുണ്ടോ? സുന്ദരി പെണ്ണ്? ഏത് സുന്ദരി പെണ്ണ്? ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം,
എന്ത് കാര്യം പറയാനാ വിളിച്ചത്? താൻ പറഞ്ഞോ? അത് വേറൊന്നുമല്ല, അറിയാലോ ഇന്ന് ഏട്ടൻ പോവുകയാണെന്ന്, നാളെ ഏട്ടൻ പോവുകയാണെന്ന്. അവിടെ ചെന്ന് നമുക്ക് വറുത്തതും പൊരിച്ചതും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്യാൻ കൂടണ്ടേ? ബന്ധങ്ങളും സഹോദരങ്ങളും ഒക്കെയാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് അങ്ങോട്ടേക്ക് പോകണ്ടേ? ആ, പോണം. വറുത്തതും പൊരിച്ചതുമായിട്ട് നിങ്ങളൊക്കെ പാക്ക് ചെയ്തോ. ഞങ്ങൾ പക്ഷേ വറുത്തതും പൊരിച്ചതും പാക്ക് ചെയ്യാനല്ല അങ്ങോട്ടേക്ക് പോകുന്നത്. ഏതായാലും എന്റെ അളിയൻ പോവുമല്ലേ, ആ സ്ഥിതിക്ക് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കൂടാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെ എന്നൊക്കെ പറയാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാണിക്കുക, ഏതായാലും നമുക്ക് അങ്ങോട്ട് വരെ ഒന്ന് പോകണം, അതിന് തയ്യാറായിട്ട് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി പറയാണ് നമ്മുടെ ആരോട്, വൈജയന്തിയുടെ ഹസ്ബൻഡിനോട്. അപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയുടെ മോള് തന്നെയാണ്. അപ്പൊ മോള്, അച്ഛ ഞങ്ങൾ വരണ്ടേ അച്ഛ, ഞങ്ങള് വന്നാൽ ശരിയാവില്ലേ? ഞങ്ങൾക്കും അങ്ങോട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. ഏതായാലും ഇപ്പം മക്കള് തൽക്കാലം വരണ്ട, വൈജയന്തി പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ കൊണ്ടുപോകണ്ടെന്നാ. അല്ലെങ്കിലും ഞങ്ങളെ എങ്ങോട്ടേക്കും കൊണ്ടുപോകുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ, ഞങ്ങളെ എങ്ങോട്ടേക്കും അമ്മ കൊണ്ടുപോകില്ലല്ലോ. എനിക്കറിയാം എന്താ കാര്യം എന്നൊക്കെ. അമ്മയ്ക്ക് ഇങ്ങനെ നടക്കണം, ഞങ്ങളെ കൂട്ടരുത്, അത് ഇഷ്ടമല്ല അമ്മയ്ക്ക്. ഞങ്ങളെ അവിടെ ഇവിടെ ഒന്നും കൊണ്ടുപോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ ദേഷ്യപ്പെടാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല്